എഴുതാൻ പറ്റത്തില്ലേ? അതുപോലെ തന്നെ y = sin t എന്ന് എഴുതാൻ പറ്റത്തില്ലേ? അതുപോലെ dx ഉം dy ഉം കാണാൻ പറ്റത്തില്ലേ? dx = -sin t dt, dy = cos t dt അല്ലേ? നമുക്ക് x കിട്ടി, dx കിട്ടി, y കിട്ടി, dy കിട്ടി, 4 ടേമും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇന്റഗ്രൽ ലിമിറ്റ് ടിയുടെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? 0 to π/2. x² എന്താണ്? cos² t. cos² t. x എന്ന് പറയുന്നത് cos t ആണെങ്കിൽ x² എന്ന് പറയുന്നത് cos² t. ഇനി dx എന്ന് പറയുന്നത് എന്താണ്? -sin t dt. -sin t dt മൈനസ് ഇനി x × y. അത് ഞാൻ താഴോട്ട് ചെയ്തതാണ്, ഇതിനി തുടയ്ക്കണ്ട. x × y എന്താണ്? x എന്താണ്? cos t. y എന്താണ്? sin t. dy എന്താണ്? cos t dt. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയേക്കാം. ഇന്റഗ്രൽ 0 to 1 മൈനസ് ആദ്യം ഇട്ടേക്കാം. -sin t cos² t dt minus cos² t sin t dt അല്ലേ? cos × cos² sin t dt അല്ലേ? ഇപ്പോൾ രണ്ട് ടേമും സെയിമാണ്, രണ്ടിടത്തും മൈനസ് ഉണ്ട്. ഇപ്പോൾ രണ്ടും ആഡ് ചെയ്യാം അല്ലേ? ക്യാൻസലായി പോകത്തില്ല, രണ്ടും ആഡ് ആവും. അപ്പോൾ ആഡാക്കി നമുക്ക് എഴുതാം. ഇന്റഗ്രൽ 0 to 1. അപ്പോൾ -1 ഉം -1 ഉം ഇപ്പോൾ എത്ര ആവും? -2 ആവും അല്ലേ? വേറെ കോൺസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -2 ആവും. 1 ഉം 1 ഉം അല്ലേ? -1 ഉം -1 ആവും. -1 എത്ര ആവും? -2 ആവും. ബാക്കി ടേംസ് എഴുതാം. ബാക്കി ടേംസ് എന്താണ്? cos² t sin t dt. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേഷൻ. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ട് ഫങ്ഷൻസ് സെയിം ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ആയി കിടക്കും. ഇതിനെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, സൈനും കൊടുക്കാം, വേണമെങ്കിൽ കോസിനും കൊടുക്കാം. ഏതിന് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ എളുപ്പം? കോസിന് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കോസ് ടി എന്ന് പറഞ്ഞിട്ട് = u എന്ന് കൊടുക്കാം. എന്നിട്ട് കോസ് ടീനെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കോസ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -sin t dt = du എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനി ലിമിറ്റ് കൂടെ അങ്ങ് മാറ്റിയേക്കാം. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0. അപ്പോൾ cos 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. അതുപോലെ തന്നെ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് π/2 അല്ലേ? 0 to 1 അല്ല കേട്ടോ. ഇവിടെ നേരത്തെ π/2 ആയിരുന്നേ, സോറി, π/2 ആണേ. അറിയാതെ 0 to 1 എന്ന് എഴുതി പോയണേ. നേരത്തെ കറക്റ്റ് ചെയ്യണേ. നേരത്തെ സ്റ്റെപ്പിൽ നമ്മളിവിടെ 1 എന്നായിരുന്നു എഴുതിയത്, അത് മാറ്റി π/2 ആക്കണേ. ഇനി അടുത്ത അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാം. cos π/2 എന്ന് പറയാൻ എത്രയാണ്? 0. അപ്പോൾ നമ്മുടെ ലിമിറ്റ് മാറും. ലിമിറ്റ് മാറിയിട്ട് എത്ര ആവും? 1 to 0 അല്ലേ? 0 എടുത്തപ്പോൾ ലോവർ ലിമിറ്റ് ആയിരുന്നു 0 അല്ലേ? 0 എടുത്തപ്പോൾ നമുക്ക് എത്ര ആയിട്ടേ? 1. അപ്പോൾ 1 ആയിരിക്കും ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് π/2 ആയിരുന്നു. π/2 എടുത്തപ്പോൾ 0 ആയിട്ട്, ഇപ്പോൾ 0. അപ്പോൾ 1 to 0 ആണ് നമ്മുടെ ലിമിറ്റ് വരുന്നത്. ഇനി 2 അതേപടി എഴുതി. എന്നിട്ട് കോസിന് നമ്മൾ u കൊടുക്കാൻ പോകും. അപ്പോൾ cos²നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകാം. അപ്പോൾ cos tക്കാണ് u കൊടുത്ത്. അപ്പോൾ cos² എന്താവും? u² ആവും. പിന്നെ -sin t dt എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ? ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് അല്ലേ? ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്, sin t കിടപ്പുണ്ട്, dt എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും ഈ 3 ടേമിനെയും കൂടെ നമുക്ക് എന്ത് കൊടുക്കാം, ഡി യു എന്ന് കൊടുക്കാം. അപ്പം ഡി യു എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2u² കോൺസ്റ്റൻ്റ് അതേപടി എഴുതി, എന്നിട്ട് u² ഇൻ്റഗ്രേറ്റ് ചെയ്യുക. u² ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, u³ / 3. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ, 1 to 0. അപ്പോൾ ആദ്യം ലിമിറ്റ് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, 0 കൊടുത്താൽ 0/3 0 ആയിപ്പോൾ. -1 കൊടുക്കാം. 1³ എത്രയാണ്, 1 തന്നെ. അപ്പോൾ 1/3. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്, 2 × -1/3 = -2/3 ആണ് നമ്മുടെ ആൻസർ. -2/3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പം വർക്ക് ഡണ്ണിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതുമായിട്ട് സിമിലർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻസ്, ചെറിയ ക്വസ്റ്റ്യനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് കൺസർവേറ്റീവ് ആണ്. ഒരു വെക്ടർ, ഒരു ഫംഗ്ഷൻ നിന്നിട്ട് അത് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ടാറ്റാ.